പാലാ കടപ്പാട്ടൂരിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനങ്ങൾ തടഞ്ഞ് പോലീസ്. മകരവിളക്കിന് ശബരിമലയിൽ തിരക്കേറുന്ന സാഹചര്യത്തിൽ മകരജ്യോതി ദർശനത്തിനെത്തുന്ന ഭക്തരുടെ എണ്ണം ദേവസ്വം ബോർഡ് നിയന്ത്രിച്ചു. കൂടുതൽ ഭക്തരെത്താതിരിക്കാനാണ് ഇടത്താവളങ്ങളിൽ ഭക്തരെ നിയന്ത്രിക്കുന്നത്. കടപ്പാട്ടൂരിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ തീർത്ഥാടകരുടെ വാഹനങ്ങളാണ് തടഞ്ഞത്. 7ഓളം വാഹനങ്ങൾ തടഞ്ഞിട്ടതോടെ പോലീസും തീർത്ഥാടകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. നമുക്ക് അവിടെ നല്ല രീതിയിലുള്ള ആള് കൂടി നിൽക്കുകയാണ് സന്നിധാനത്തിൽ. അവിടെ നിന്നുള്ള കുറച്ച് ആള് താഴോട്ട് ഇറങ്ങണം. അതുകൊണ്ട് ആ ഒരു ബ്ലോക്ക് ഇപ്പൊ നമുക്ക് അവിടെ എല്ലാവരും എല്ലാവർക്കും എന്താ വേണ്ടത്? അവിടെ സന്നിധാനത്ത് പോകണം, മകരവിളക്ക് കാണണം. അത് തന്നെയല്ലേ പറയുന്നത്? ശ്രദ്ധിക്കുക. ഇപ്പോഴത്തെ വിഷയത്തിൽ അകത്ത് സന്നിധാനത്ത് നിൽക്കുന്ന ആളുകൾ ഇറങ്ങി വന്നാൽ മാത്രമേ നമ്മൾ കുറെ വണ്ടികൾ ഫ്രീ ആവുള്ളൂ. പറഞ്ഞു ഒരാൾ പെരുവഴി പോകാൻ പറ്റില്ല, അത് ക്ലോസ് ആയിരിക്കുകയാണ്. കാനനപാതയല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത് അത് ക്ലോസ് ആയിരിക്കും. അതുവഴി ആളിനെ വിടില്ല. നിങ്ങൾ പോയിട്ടും കാര്യമില്ല. നിങ്ങൾ പോയതിന്റെ നിലയ്ക്കൽ പോയിട്ട് നിലയ്ക്കൽ വഴി 7ഓളം വാഹനങ്ങൾ തടഞ്ഞിട്ടതോടെ പോലീസും തീർത്ഥാടകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. പാലാ ഡിവൈഎസ്പി കെ സദനടക്കം പോലീസ് സ്ഥലത്തെത്തി തീർത്ഥാടകരുമായി സംസാരിച്ചു. വാഹനങ്ങൾ തടയുന്നില്ലെന്നും നിയന്ത്രിതമായി മാത്രമേ യാത്ര അനുവദിക്കാൻ കഴിയുള്ളൂവെന്നും അധികൃതർ പറയുന്നു. വഴിയിൽ പലയിടത്തും വാഹനങ്ങൾ തടഞ്ഞു നിർത്തി തിരക്ക് കുറയുന്നതനുസരിച്ച് യാത്ര തുടരാൻ അനുവദിക്കുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അരമണിക്കൂർ ഇടവിട്ട് മാത്രമാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. சாமி நாங்கள் 48 நாள் விருதம் இருந்து வரோம். எல்லா வண்டி விட்டுட்டு நிப்பாட்ட நாங்கள் பெரிய வழியில் போனோம். 6 மணிக்கு க்ளோஸ் பண்ணிவிடுங்க. நாங்கள் எப்படி பெரிய அதுக்காக தான் 48 பேர் விருதம் இருந்து வரோம். எங்கள் நிப்பாட்ட நாங்கள் எப்படி போகிறது? 48 நாள் சபரிமலைக்கு வந்து பக்தியோடு வந்து போகணும் இல்லையா? 6 மணிக்கு பெரிய வழியில் நிப்பாட்டாங்க. நாங்கள் எப்படி போகிறது சொல்லுங்க. ஐப்பு கொடுத்தீங்க தானா? நீங்கள் கேரளாவுக்கு வந்து இது மாதிரி தான் மரியாதை பண்ணுறதா சொல்லுங்கள்.